നമസ്തേ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ആന്ധ്ര അമ്മായി കേരള കുക്കിംഗ് സ്വാഗതം. ഞാൻ ഇന്നൊരു ആന്ധ്ര ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നു. ഗ്രീൻ ചിക്കൻ കറി. അത് നിങ്ങൾക്ക് എന്തെല്ലാം വേണോ കാണിക്കാട്ടാ. ഇത് ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഓക്കെ, 1.5 കിലോ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് വേണ്ടത് ഗ്രീൻ കറി ഇല്ലേ, അപ്പോൾ എല്ലാം ഗ്രീൻ തന്നെ കാണുന്നുണ്ടാവും. ഇതിക്ക് വേണ്ടത് പുതിന ഇല ഒരു പൗച്ച് എടുത്തിട്ടുണ്ട്, പുതിന ഇല. പിന്നെ അതേപോലെ ഒരു 2 ഉള്ളി ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൗച്ച് മല്ലിയില ഈക്വൽ സെയിം വേണമായിരുന്നു. പിന്നെ അതിക്ക് ഒരു 10 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, 1.5 ടീസ്പൂൺ ജീരകം, പിന്നെ ഇത് ഗ്രാമ്പു, പട്ട, ഏലക്ക, ഒരു ചെറിയ പീസ് ഗ്രാമ്പു, 2 പീസ് പട്ടവും ഒരു 5 ഗ്രാമ്പു കേട്ടോ. പിന്നെ ഏലക്ക ഒരു 3 കഷ്ണം ഏലക്ക. ഇത് പിന്നെ എല്ലാം ആക്കിയിട്ട് ഇതെല്ലാം മിക്സിയിലോ അരച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അതിനുശേഷം ഇത് 2 തക്കാളി 2 ഉള്ളി. ഇത് 2 തക്കാളി ഉള്ളി ഇത് ഫ്രൈക്ക് വേണം. ഇത് പിന്നെ മുറിച്ചിട്ടില്ല, ഞാൻ പിന്നെ മുറിച്ചിട്ട് ഫ്രൈ ആക്കുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ സാധനം എല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയിലോ അരച്ചിട്ട് ഞാൻ കാണിക്കാം. പിന്നെ ഇത് മുറിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, മസാല നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ തക്കാളി ഉള്ളി മുറിച്ചെടുത്തിന് കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രൈ ആക്കണം. ഇത് ആന്ധ്ര കുക്കിംഗ് ഇല്ലേ, അതിനോണ്ട് സൺഫ്ലവർ ഓയിലോ 100 സൺഫ്ലവർ ഓയിലോ. കേരള കുക്കിംഗ് ആകുമ്പോൾ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലോ. അപ്പോൾ അതിനോണ്ട് ഞാൻ ഈ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ടേസ്റ്റ് മാറും. കുറച്ച് നെയ്യ്, അതേപോലെ ഒരു 2 ടീസ്പൂൺ നെയ്യ്. ചൂടായിട്ട് നമുക്ക് ഉള്ളി ഇടാം കേട്ടോ. ഇതിലേക്ക് ഒന്നും വെളുത്തുള്ളി ഇഞ്ചി ഇടാൻ ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മളെല്ലാം ഒന്നിച്ച് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനോണ്ടാണ് ഇതും തക്കാളി ഇട്ടിട്ട് ഫ്രൈ ആയിട്ട് ചിക്കൻ ഇട്ടിട്ട് മസാല ഇട്ടിട്ട് പിന്നെ ചിക്കൻ ഇടാം. ഞാൻ ഇത് ഫ്രൈ ആയിട്ട് കാണിക്കാം. നന്നായിട്ട് ബ്രൗണായി, ഉള്ളി നന്നായിട്ട് ബ്രൗണായി. അതിലേക്ക് നമുക്ക് ഈ മസാല ഇടാം. മസാല കുറച്ച് ഇതായിട്ട് നമുക്ക് തക്കാളി ഇടാം. ഒന്നിച്ച് തക്കാളി ഇട്ടിട്ട് ഫ്രൈ ആക്കണം. ആയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ തക്കാളി ഇടാം നമുക്ക് ഇതിലേക്ക്. അതേപോലെ ഉപ്പ് ഇടാം. ഞാൻ ഉപ്പ് പറയാൻ മറക്കുന്നുണ്ട് കേട്ടോ. ഒന്നും വിചാരിച്ചു വേണ്ട, ആദ്യമായിട്ടില്ലേ വീഡിയോ ആക്കുന്നുണ്ട്, അതിനോണ്ട് കുറച്ച് കൺഫ്യൂഷന്. മെല്ലെ എല്ലാം ശരിയായിട്ട് വരും. ഇത് നന്നായിട്ട് വെട്ടണം. തക്കാളി ഇട്ടിന് കുറച്ച്. ഇത് നന്നായിട്ട് തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ട് നല്ല വെന്തിട്ട് വരണം കേട്ടോ. ഞാൻ എന്നിട്ട് കാണിക്കും. മൂടി വെക്കാം നമുക്ക്. നമുക്കൊന്ന് നോക്കിയാലോ. അയ്യോ, നന്നായിട്ട് ഇത് വെട്ടിയിട്ടുണ്ട്. ഈ മൂട് തുറക്കുമ്പോഴേക്ക് ഭയങ്കര നല്ല സ്മെല്ല്. ആ പുതിന ഗരം മസാലയുടെ നല്ല സ്മെല്ല്. നന്നായിട്ട് തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ ചിക്കനിൽ തന്നെ വെള്ളം വരും. അതിനുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിന് എന്താ പറയുക, വേവിക്കണം, തിളപ്പിക്കണം. ಹಸ್ಬೆಂಡ್ ಕೇರಳ, ನಾನು ಆಂಧ್ರ.
നമുക്ക് ഇഷ്ടപ്പെടും, എനിക്ക് എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെടും ഈ ചിക്കൻ, ഭയങ്കര ടേസ്റ്റാണ്. ഹസ്ബൻഡിക്ക് ഇഷ്ടപ്പെടില്ല. ഹസ്ബൻഡിക്ക് എപ്പോൾ ഡ്രൈ ചിക്കനോ ചിക്കൻ ചുക്ക ചിക്കൻ വറുത്തരച്ചത് അങ്ങനത്തെ തന്നെ ഇഷ്ടം. എന്നാലും ഇന്ന് ഇതാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും നോക്കണം കേട്ടോ. ഇത് കുറച്ച് വെന്തിട്ട് ഞാൻ കാണിക്കാം. നമുക്കൊന്ന് നോക്കിയാലോ. ഓ നല്ല മണം. ഇത് കണ്ട കുറച്ച് വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് ഇത് എന്താ പറയുക വെന്തുന്നുണ്ട്. കഷ്ണമെല്ലാം കുറച്ച് പകുതി വെന്തിനിട്ടാ. വൈറ്റ് കളറായി ചിക്കന്. ഇതിലേക്ക് എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും മുളകോ കുറവായെങ്കിലോ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉപ്പിട്ടാൽ മതി. ഇതൊന്ന് ബോയിലാവണം. ബോയിലായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ലാസ്റ്റിൽ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് പകുതി തിളക്കണം. ഇത് നമ്മളുടെ ചിക്കൻ എവിടെ വരെ എത്തിനി നോക്കാം. ഓ നന്നായിട്ട് വെന്തുട്ടാ, നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇത് പിന്നെ ചപ്പാത്തിനപ്പുറം പൊറോട്ട അപ്പുറം തിന്നാൽ ഇത്ര മതി. പക്ഷെ കുറച്ച് ഗ്രേവി വേണം. ഗ്രേവി ഇല്ലാതെ പിന്നെ ഇതാവില്ല. കുറച്ചൊന്ന് ബോയിലാവണില്ല, വെന്തിട്ട് വരണം. അപ്പോൾ വെന്തിട്ട് വരുമ്പോൾ ഒന്ന് കുറച്ച് കട്ടിയാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാട്ടോ നമുക്ക്. ഇത് ನಾನು ಮಿಕ್ಸಿಡ ಜಾರು ಅದು ಕಲಗಿಟ್ಟಿ ಮಸಾಲ വെച്ചിട്ടുണ്ട്. ഇത് ഒഴിക്കുന്നു. ഇപ്പോൾ പകുതി തളിച്ചിട്ടായി. ഒന്ന് പകുതി തളിച്ചാൽ മതിയായി കേട്ടോ. ഇതിലോ പിന്നെ ഒന്നും ഇടേണ്ട. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിടുക, കുറച്ച് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതിയായി. അത്രയേ ഉള്ളൂ. ഇതിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാം. ഒന്ന് നോക്കാമല്ലോ. വാവ്, നന്നായിട്ട് വെള്ളമെല്ലാം കുറച്ച് വട്ടിയിട്ട് കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. ഇത്ര മതി ഗ്രേവി. എന്തിനാ വെച്ചാൽ നമുക്ക് ചപ്പാത്തിനപ്പുറം കഴിക്കണ്ടേ. ചിക്കന് നന്നായിട്ട് ഇതാ വെന്തിട്ട് വൈറ്റ് കളറായി ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മ നാട്ടിലത്തെ പോലെ ചിക്കൻ ഇല്ലല്ലോ, ഇവിടുത്തെ ചിക്കൻ ഇല്ല, വേഗം വെന്തി കിട്ടും. നന്നായിട്ട് കൊടുക്കുന്നു ആയിട്ടാ. എന്താ ഒരാളപ്പോഴത്തേക്ക് ടേസ്റ്റ് നോക്കാൻ വന്നിരിക്കുന്നു. ടേസ്റ്റ് നോക്കാൻ വേണം പറഞ്ഞിട്ട് ഇതാ ടേസ്റ്റിന് നോക്കി എടുത്തിട്ട് പോകുന്നുണ്ട്. തലയാ സബ്സ്ക്രൈബ് ആക്കാൻ മതി. സബ്സ്ക്രൈബ് ആക്കണം. നമുക്കൊന്ന് നോക്കിയാലോ. ഇതാക്കണ്ട, ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് എന്താ പറയുക, നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് ഓയിലെല്ലാം മുകളിലേക്ക് വന്നിട്ട് നന്നായിട്ടുണ്ട്. നല്ല മണം ചിക്കൻ്റെത്. നിങ്ങളും ഒരു പ്രാവശ്യം ആക്കി നോക്കണം. പിന്നെ ഇതിലേക്ക് ക്രീമോ ബട്ടറോ ഇടാറുണ്ട്. ഞാനോ നെയ്യ് ഒഴിച്ച് നോക്കാം, ഒരു 2 സ്പൂൺ. അതിനോണ്ട് ഒന്നും ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ട് നോക്കണം. പിന്നെ എനിക്ക് അഭിപ്രായം പറഞ്ഞാൽ മതി. പിന്നെ എന്നെ ലൈക്കാക്കാൻ മറക്കേണ്ട, ലൈക്ക് ചെയ്യണം കേട്ടോ.